ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പേരോട് സ്കൂളിൽ +1 വിദ്യാർത്ഥിയെ റാഗ് ചെയ്തതായി കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ട് നാദാപുരം പോലീസിന് കൈമാറി. പ്രവാസിക്ക് വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ച കേസിലെ പ്രതി വരിക്കോളി സ്വദേശിനി സുശീല 24 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവ്. കടമേരിയിൽ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കിടെ ഉണ്ടായ ആൾമാറാട്ടം അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പാതയോരത്ത് പൂന്തോട്ടമൊരുക്കി കുറ്റ്യാടി പഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയ +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതായി സ്കൂൾ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് നാദാപുരം പോലീസിന് കൈമാറി. മാർച്ച് 18-നാണ് കേസിനാസ്പദമായ സംഭവം. 1ാം വർഷ വിദ്യാർത്ഥി തൂണേരി സ്വദേശി മുഹമ്മദ് റിഷാനെ മർദ്ദിച്ചെന്ന പരാതിയിൽ 4 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സ്കൂളിൽ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ലെന്നും താടി വടിച്ചില്ലെന്നും പറഞ്ഞ് തടഞ്ഞ് വെച്ച് മർദ്ദിക്കുകയായിരുന്നു. തലപിടിച്ച് ചുമരിനടിച്ച് പരിക്കേൽപ്പിച്ചതായ പരാതിയിലുണ്ട്. തന്നെ സീനിയർ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയാക്കിയതായി മുഹമ്മദ് റിഷാൻ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. സ്കൂൾ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിംഗ് നൽകിയതോടെ റാഗിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കേസിൽ കൂട്ടിച്ചേർത്ത് അന്വേഷണം നടത്തുമെന്ന് നാദാപുരം SI MP വിഷ്ണു പറഞ്ഞു. ഇതിനിടെ മുഹമ്മദ് റിഷാനെ ആക്രമിച്ച കേസിൽ പോലീസ് പ്രതിപട്ടികയിലുള്ള സീനിയർ വിദ്യാർത്ഥി റുബൈബ് നാദാപുരം കോടതിയിൽ ഹാജരായി. കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. 4 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെയാണ് റിഷാന്റെ പരാതിയിൽ കേസെടുത്തത്. പ്രവാസിക്ക് വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ച കേസിലെ പ്രതി ഇരട്ടി തുക നൽകണമെന്ന് കോടതി ഉത്തരവ്. അബുദാബിയിലെ വ്യാപാരിയും വാണിമേൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റുമായ കുയിതേരിയിലെ കൊയിലോത്താൻ കണ്ടി മജീദിന്റെ പരാതിയിൽ വരിക്കോളി 9 കണ്ടം സ്വദേശിനി പറമ്പത്ത് സുശീലയ്ക്കെതിരെയാണ് വിധി വന്നത്. മജീദിന് 12 ലക്ഷം രൂപയുടെ വണ്ടിച്ചെക്കാണ് സുശീല നൽകിയത്. 24 ലക്ഷം രൂപ നൽകണമെന്നാണ് കോടതി ഉത്തരവ്. കുറ്റ്യാടിയിൽ അലങ്കാര മത്സ്യവും ചെടികളും വിൽപ്പനക്കട നടത്തിയിരുന്ന സുശീല വ്യാപാരം കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ എന്നു പറഞ്ഞ് മജീദിൽ നിന്ന് പണം വാങ്ങി വഞ്ചിച്ചെന്നാണ് പരാതി. തുടർന്ന് അഡ്വക്കേറ്റ് BK അബ്ദുൽ ലത്തീഫ് മുഖേന മജീദ് കോടതിയെ സമീപിക്കുകയായിരുന്നു. മജീദിന്റെ പരാതി പരിഗണിച്ചാണ് മജിസ്ട്രേറ്റ് യദു കൃഷ്ണൻ വിധി പുറപ്പെടുവിച്ചത്. തുക നൽകിയില്ലെങ്കിൽ 6 മാസം കഠിന തടവ് അനുഭവിക്കണം. കടമേരിയിൽ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കിടെയുണ്ടായ ആൾമാറാട്ടം അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകും. ആൾമാറാട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. കടമേരിയിലെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. +1 വിദ്യാർത്ഥിക്ക് പകരം ബിരുദ വിദ്യാർത്ഥിയായ ഇസ്മായിൽ എത്തി പരീക്ഷ എഴുതുകയായിരുന്നു. പരീക്ഷ നടക്കുന്നതിനിടെ ഇൻവിജിലേറ്റർക്ക് സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് ആൾമാറാട്ടം വ്യക്തമായത്. ആൾമാറാട്ടം നടത്തിയ ഇസ്മായിലിനെ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിക്ക് നേരെയും അന്വേഷണം നടത്താൻ പോലീസ് ഒരുങ്ങുകയാണ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനാണ് റിപ്പോർട്ട് നൽകുക. വിദ്യാർത്ഥിക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തും. ആൾമാറാട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കും. വിദ്യാർത്ഥിയുടെ +1 രജിസ്ട്രേഷൻ റദ്ദാക്കാനും സാധ്യതയുണ്ട്. പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിയും ആൾമാറാട്ടം നടത്തിയ ആളും താമസിക്കുന്നത് ഒരേ ഹോസ്റ്റലിലാണ്. ഇരുവരും പഠിക്കുന്നതും ഒരേ സ്ഥാപനത്തിലാണ്. മാലിന്യമുക്ത നവകേരള പദ്ധതി പ്രകാരം കുറ്റ്യാടി ടൗൺ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പാതയോരത്ത് പൂന്തോട്ടമൊരുക്കി കുറ്റ്യാടി പഞ്ചായത്ത്. കോഴിക്കോട് സംസ്ഥാന പാതയിലെ വലിയ പാലത്തിന് സമീപമാണ് മനോഹരമായ പൂന്തോട്ടമൊരുക്കിയത്. 20 മീറ്ററോളം നീളത്തിൽ പുല്ലും വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പൂച്ചെടികളുമാണ് നട്ടുപിടിപ്പിച്ചത്. പൂന്തോട്ടം KP കുഞ്ഞമ്മദ് കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് OT നഫീസ, വൈസ് പ്രസിഡന്റ് TK മോഹൻദാസ്, വികസന സമിതി അധ്യക്ഷ രജിത രാജേഷ്, AC അബ്ദുൾ മജീദ്, ഹാഷിം നമ്പാട്ടിൽ, സെക്രട്ടറി O ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി ശശിധരൻ, നെല്ലോളി ജൂനിയർ സൂപ്രണ്ട് ഷീജകുമാരി, ബിജു വളയന്നൂർ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ വാർത്താ സന്ധ്യ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.